നമസ്കാരം മാഡം. മാഡം കേരള കൗമുദിയുടെ ഡൽഹി സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു 90 കാലഘട്ടത്തിൽ. ഇപ്പം 93 ആ കാലഘട്ടത്തിൽ. അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് പരിചയ സമ്പത്ത് ഉള്ള കുടുംബത്തിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ മാഡത്തിന് അത്തരത്തിലുള്ള രസകരമായ അല്ലെങ്കിൽ ഇന്ന് ഓർക്കുന്ന സംഭവങ്ങൾ പറയാൻ പറ്റുമോ? ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് ഇലക്ഷൻ സമയമല്ലേ, ഇലക്ഷൻ സമയമാകുമ്പം എനിക്ക് ഒരു പ്രത്യേക ഇൻസിഡൻ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊത്തിരി സാഹസവും കൂടെ ആയിരുന്നു. അത് ഞാൻ നിറഞ്ഞ സംഭവമായിരുന്നു. അത് നമ്മൾ കേരളത്തിൽ തന്നെ, കേരളത്തിലുള്ള തന്നെ ഒരു ഉന്നത നേതാവ് അന്ന് കെ സുധാകരൻ, മറ്റേ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മറ്റേ വെടിവെപ്പ് കേസിൽ വോണ്ടഡായിട്ട് നിൽക്കുന്ന സമയം, ഒളിവിലാണ് അദ്ദേഹം, ഒളിവിലാണ്, പിടികിട്ടാപ്പുള്ളിയായിട്ട് നടക്കുന്ന സമയം. അപ്പം എനിക്കൊരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. നമ്മൾ കേരളത്തിലുള്ള തന്നെ ഡൽഹിയിലുണ്ടായിരുന്ന ഉന്നത നേതാവാണ് പറയുന്നത്. ഫോൺ ചെയ്യുന്നത് നേരിട്ട് തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. വത്സ പോയി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ സാർ അദ്ദേഹം ഒളിവിലാണ്, എനിക്ക് എവിടെയാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഓഫീസിൻ്റെ അവിടെ ഒരു വണ്ടി വരും, ആ വണ്ടിയിൽ കയറി. നേതാവ് തന്നെ അറേഞ്ച് ചെയ്ത വണ്ടിയാണ് ഈ വിളിച്ച? അതെ, നേതാവ്. കാരണം കെ സുധാകരന് പറയാനായിട്ടുള്ളത്, കെ സുധാകരന് പറയാനായിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു വേദിയില്ലായിരുന്നു. കാരണം എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യും. അപ്പം ഡൽഹിയിലും ഉണ്ടെന്നും ആരും പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ എനിക്ക് അവിടെ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാനില്ല. ഉടനെ ബാഗും എടുത്ത് റൈറ്റിംഗ് പാഡും എടുക്കുക, പേനയും എടുക്കുക, പോവുക. അങ്ങനെ പോയി. അത് പോയി എന്ന് പറഞ്ഞാൽ അന്നൊരു 1 മണിക്കൂർ റോഡിലായിരുന്നു ഈ സ്ഥലം എത്താൻ. ആ സ്ഥലം തന്നെ എനിക്ക് എവിടെയൊന്നും പിടിയില്ല. ഒരുപാട് ഗലികളും, ഗലിയെന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ചേരി പ്രദേശങ്ങളും അങ്ങനെയുള്ള വണ്ടി മാറി കയറും. അങ്ങനെ വണ്ടി ഒരുപാട് വണ്ടികൾ ആദ്യം പോയ ഓട്ടോ അല്ല, പിന്നെ ഒരു ഒമിനിയിൽ കയറി, പിന്നെ അതിൻ്റെ ടാക്സിയിൽ കയറി. സിനിമയിൽ കാണുന്നവല്ല. അതെൻ്റെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. അത് ഒരിക്കലും മറക്കൂല. അങ്ങനെ കയറി മാറി കയറി. അന്ന് മൊബൈലും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല. എനിക്ക് എന്തെങ്കിലും പറ്റി ആരെങ്കിലും അറിയിക്കാനും ഒക്കില്ലായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ആ സമയത്തായിരുന്നു. അങ്ങനെ അവസാനം ഒരു കെട്ടിടത്തിൻ്റെ മുമ്പ് ചെന്നു. ആ കെട്ടിടം കണ്ടപ്പോൾ ഞാൻ വെച്ചത്, ഇതിനകത്ത് ആര് എവിടെ? കാരണം ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ആ കെട്ടിടം എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ പറയത്തേ ഇല്ല, ഒരു അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നോ പറയില്ല. ഒരു ഫാക്ടറി കണക്കോ അങ്ങനെ എന്തോ കണക്ക് നമുക്ക് തോന്നും. അതും വേറെ ഏതോ സ്ഥലങ്ങളിൽ ഒരുപാട് ഉള്ളിലോട്ടൊക്കെയാണ് ഡൽഹിയിൽ. അവിടെ പോയിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇത് നമ്മൾ ഇത് അകത്തായി പോകണക്കായി. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം എന്നെ കൊണ്ടുപോകാൻ കൂടെ വന്നവരൊക്കെ നമ്മൾ മാന്യമായിട്ട് എന്നെ ബിഹേവ് ചെയ്തതും എല്ലാം. പക്ഷെ അവർ എന്നെ കൊണ്ടുപോയി അവിടെ കുറേ സ്ത്രീകളിരുന്ന് എന്തോ പഞ്ഞി പിടിക്കുന്നു, അങ്ങനെ എന്തോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് ഇരുന്നപ്പം സ്ത്രീകളിരുന്നു തയ്ക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തൂടെ പോയി. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോഴേ നമുക്ക് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലകാല ബോധവും വിട്ടുപോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു മുറിയുടെ അവിടെ വന്നിട്ട് തട്ടി തുറന്നപ്പം കെ സുധാകരൻ അവിടെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് കെ സുധാകരനെ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അപ്പോൾ അവർ കൊണ്ടുവന്ന ആൾക്കാരെന്നെ എന്തോ പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കെന്ത് അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞുകൂടാ.
ഇദ്ദേഹം ഒളിവിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഈ സുധാകരൻ ആ സമയത്ത് മാഡത്തിനോടാണ് ശരിക്കും ആദ്യം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം അത് അച്ചടിച്ച് വന്ന സമയത്ത് ഇവിടെ ഇടതുപക്ഷം വളരെ അസ്വസ്ഥരായി. കാരണം അത് പത്രം ഒരു ഇടത് ചായ്വുള്ള പത്രമാണ് അന്ന് കേരളത്തിലെ. അപ്പം ആ പത്രത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വരുക എന്ന് പറഞ്ഞാൽ അപ്പം ഒരുപാട് പേര് അച്ഛനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാനതൊന്നും അറിയുന്നില്ല, നമ്മുടെ ജോലി ചെയ്യുക. പക്ഷെ അതെനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡൽഹിയിലാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എല്ലാ ദിവസവും ഓരോരോ പുതിയ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുള്ള ഒന്ന്, സുധാകരൻ്റെ ഈ സംഭവം ഇതിപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ ഇത് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആരും ഈ ഒരു സുധാകരൻ്റെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മറ്റൊന്ന്, ഈ പൂലൻ ദേവിയെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു കാര്യം കൂടെ. അതെ, അത് പൂലൻ ദേവിയെ റിലീസ് ചെയ്തതിൻ്റെ പിറ്റന്നായിരുന്നു. അവർ റിലീസ് ചെയ്യുന്ന ഒരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ റിലീസ് ചെയ്തു. സാറ്റർഡേ അവർ വീട്ടിലെത്തിയപ്പം സൺഡേ ആണ് ഞങ്ങൾ പോകുന്നത്. അവർ കിങ്സ് വേ ക്യാമ്പ് എന്ന് പറഞ്ഞ വെസ്റ്റ് ഡൽഹിയിലാണ്. വെസ്റ്റ് ഡൽഹിയിൽ എങ്ങനെയായിരുന്നു അവിടെ താമസം, ഓർമ്മ ശരിയാണ്. കിങ്സ് വേ ക്യാമ്പ് അവിടെയാണ്. അവിടെ ആ റോഡ് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ടു. പിന്നെ കണ്ടുപിടിച്ചു, എങ്ങനെയെങ്കിലും അങ്ങനെ ഇത് എവിടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓഫീസ് INS ബിൽഡിങ്ങിലാണ്. INS ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ പത്രങ്ങളും അവിടെയാണ്, അവിടെ ബ്യൂറോ ഉള്ളത്, ഡൽഹി ബ്യൂറോ. അപ്പോൾ അവർ വഴി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോണ്ടാക്ട്സ് വഴിയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ താമസ സ്ഥലം. അങ്ങനെ കണ്ടുപിടിച്ചു. അവിടെ പോയി. അവിടെ ചെന്നപ്പോഴേ ഞാൻ നോക്കിയപ്പം അമർ ഉജാല അവിടെ നിന്നുള്ള കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇവരെ ഈ തേടിപ്പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോയതാണോ, അതോ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അത് മണിസാർ തന്നെ പറഞ്ഞിട്ട് മണിസാർ എന്ന് പറയുമ്പോൾ മണിസാർ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ആ സമയത്ത് അച്ഛൻ എഡിറ്റർ, പത്രത്തിൽ കേരള എഡിറ്ററായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അച്ചടിച്ചു വന്നത് കലാകൗമുദി വീക്ക്ലിയിലാണെങ്കിലും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോയത്. അങ്ങനെ പോയി, അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ലോക്കൽ സ്ലാങ് എനിക്ക് അറിഞ്ഞൂടാ, അവിടുത്തെ ലോക്കൽ ഡയലക്റ്റ്. നമ്മളെ ഹിന്ദി അല്ല, ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിലും ഇപ്പം നമ്മളുടെ തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ആ ഹിന്ദി നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഹിന്ദി മനസ്സിലാവുമെങ്കിലും ആ ഒരു ഭാഗം വരുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ പുള്ളിയാണ് ഇതിൽ മീഡിയേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് അവർക്ക് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർ, അപ്പം ഞാൻ ഒരു ചോദ്യത്തിൽ മാത്രം ഞാൻ ഉറച്ചു നിന്ന്, ഇവരെന്തുകൊണ്ടാണ് ബഹ്മായി മർഡേഴ്സ് കൊലപാതകങ്ങൾ ചെയ്തതെന്ന്. ആ ചോദ്യം ഫോക്കസ് ചെയ്തത് മുഴുവൻ ആ ചോദ്യം ആണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം അതായിരുന്നു അന്നത്തെ മീഡിയ പത്രപ്രവർത്തകരുടെ ഇടയിലുള്ള ചർച്ച. അപ്പം ഇവർ ഔട്ട് റൈറ്റ് പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 വട്ടം ഞാൻ ഈ കക്ഷിയെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചു. അപ്പം 4ാമത്തെ വട്ടം ഞാൻ ചോദിച്ചപ്പം ഈ പുള്ളി പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു പോലീസുകാർ നിൽപ്പുണ്ട്, അതും തിഹാർ ജയിലിൽ നിന്ന് വിട്ടാണ്, അവർക്കൊരു പ്രൊട്ടക്ഷൻ താൽക്കാലികമായിട്ടുള്ള. ആ പോലീസുകാരൻ്റെ ഇരിക്കുന്ന റൈഫിളുണ്ടോ ഞാൻ കണ്ടു, അടുത്ത ബയനറ്റും കണ്ടല്ലോ ഞാൻ കണ്ടു. ഇവർ സംസാരിക്കുന്ന ആരോടാണെന്നും അറിയാമല്ലോ, അറിയാം. അവരതെടുത്ത് ഇനി എൻ്റെ നെഞ്ചത്തോട് വെച്ച് കുത്തിത്തരും. ഞാൻ ഇനിയും കൂടെ ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ 3 തവണ ചോദിച്ചു, 3 തവണ ഡിനൈ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ മനസാക്ഷിയുടെ, നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നൊരു കോടതി ഉണ്ടല്ലോ, മനസാക്ഷിയുടെ കോടതിയിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം അവിടെയൊക്കെ ഇപ്പോഴും ജന്മിത്തമുള്ള സമൂഹമാണ്
അപ്പം അവിടെ ഈ അപ്പർ ക്ലാസ്സും ലോവർ ഈ കാസ്റ്റ് ബേസ് കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ്. നമ്മുടെ സൗത്തിൽ അങ്ങനെയില്ല. അപ്പം ഉന്നത ജാതി, താഴ്ന്ന ജാതി, ഇവർ മല്ലാസ് എന്ന് പറയും, ഒരു ഫിഷർ, ആ സമുദായം. നമ്മളുടെ ഇവിടെ മുക്കുവ സമുദായം എന്ന് പറയും, പക്ഷെ അത് അതേ സമുദായം, അത് തന്നെ. അങ്ങനെ അരേ സമുദായത്തിൽപ്പെട്ടാണ്. അപ്പം ഇവർ കയറി അതിക്രമിച്ചു, പീഡിപ്പിച്ചു. അപ്പം അത് ശരിയാണോ? ഇപ്പം ഞാനൊരു സ്ത്രീയാണ്. അപ്പം ഒരു സ്ത്രീ ഒരു ആണുങ്ങളുടെ കണ്ണിൽ എപ്പോഴും സ്ത്രീയെ ഒരു സെക്സ് ഓബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അത് നമുക്ക് ആർക്കും മാറ്റാൻ ഒക്കില്ല, അത് ജനറ്റിക് ഇതാണ്. പക്ഷെ ഒരു സ്ത്രീയെ സ്ത്രീയായിട്ട് കാണുമ്പം ഷീ ഈസ് മോർ ദാൻ ബീയിങ് ജസ്റ്റ് എ സെക്സ് ഓബ്ജക്റ്റ്. ഷീ ഈസ് മദർ, ഷീ ഈസ് വൈഫ്, ഷീ ഈസ് സിസ്റ്റർ, ഷീ ഈസ് ഫ്രണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ സ്ത്രീകളുടെ ഇതല്ല. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവർ പറയുന്നത് ശരിയാണ്. അവർ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തു എന്നാണ് അവരുടെ ചാർജസ് എല്ലാം ഉള്ളത്. അതിനവർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും സറണ്ടർ ചെയ്യുകയും എല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവരെ ശരിക്കും ഈ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ ഡാക്കോയിഡ് ആരും ജനിക്കുമ്പം ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു അവിടെ ഡാക്കോയിഡ് എന്നാണ് പറയുന്നവർ, അങ്ങനത്തെ രീതിയിൽ ആരും ജനിക്കുന്നില്ല. നമ്മുടെ ഈ സമൂഹവും സാഹചര്യവുമാണ് അവരെ അങ്ങനെ എത്തിക്കുന്നത്. ഇപ്പം തന്നെ നമ്മളെവിടെ ഈ കർഷകരുടെ ആത്മഹത്യ, അവർ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യണമെന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നതല്ല. പക്ഷേ ഇവിടുത്തെ ആ ഒരു ചുറ്റുപാടുമുള്ള ആ സാഹചര്യം, പിന്നെ സമൂഹത്തിൽ നിന്നുള്ള ഹെൽപ്പ് ഇത് സാവകാശം കിട്ടാത്ത ഒരു ആ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പം ചെയ്യുന്നതാണ്. അതേ കണക്ക് തന്നെയാണ് പൂലൻ ദേവിയുടെ കാര്യവും. അജിതയുടെ എങ്ങനെയോ അതേ കണക്ക് തന്നെയാണ് പൂലൻ ദേവിയുടെ. പക്ഷേ പൂലൻ ദേവി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്കങ്ങ് വളരെ ടെൻഡർ ഏജിലായിരുന്നു അവിടെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അവർക്ക് ആ രക്തത്തിളപ്പിൽ വൈരാഗ്യം വന്നു. ഈ വൈരാഗ്യമാണ് അവരെ ഒത്തിക്കൂടെ ഇതാക്കിയത്, ആ ചെമ്പൽ റാണിയാക്കിയത്. കാരണം ട്രെയിനിൽ നമ്മൾ ചെമ്പൽ കാടുകളിൽ കൂടെ പോകുമ്പോൾ ശരിക്കും ഭയങ്കര പേടി തോന്നും. നമുക്ക് തന്നെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കാതോർത്ത് പോകും. ആ കുതിരയുടെ കുളമ്പടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, അവർ വരുമോ, നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എന്നൊരു ഭയമാണ്. ആ ചെമ്പൽ കാടിൽ കഴിഞ്ഞ് കെട്ടിയാൽ ചെമ്പൽക്കാട് കഴിഞ്ഞിട്ട് നമുക്ക് മാഡം ആദ്യം പറഞ്ഞ കേരളത്തിലെ കെ സുധാകരൻ്റെ അതിലേക്ക് തന്നെ വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കെ സുധാകരൻ ഒളിച്ചിരിപ്പുണ്ട്, ഇന്നടുത്ത് ചെന്നാൽ കാണാം എന്ന് പറഞ്ഞ ആ നേതാവിൻ്റെ പേര് പറയാൻ പറ്റുമോ? അത് പറയാനൊക്കില്ല. അദ്ദേഹത്തെ ഞാൻ വളരെ അങ്ങേറ്റം ഞാൻ ആദ്യമൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നെ വളരെ അങ്ങേറ്റം ആദരിച്ച്. അപ്പം അദ്ദേഹം ഇല്ല ഇപ്പം, അതുകൊണ്ടിപ്പം പേര് പറയാതിരിക്കുന്ന പേരുകൾക്ക് പ്രസക്തി ഇല്ല. പക്ഷേ അദ്ദേഹം എനിക്ക് എൻ്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്ത ആ ഒരു വളരെ ഞാനത് വിത്ത് റെസ്പെക്റ്റ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് ഞാനത് ഓർക്കുന്നുണ്ട്. എന്തായാലും ഈ പത്രപ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് മാഡത്തിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.